UDF തരംഗത്തിൽ ലീഡ് നില ഗണ്യമായി ഉയർത്തി MK രാഘവൻ. 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ലീഡോടെയാണ് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ നാലാമതും ലോകസഭയിലേക്ക് പോകുന്നത്. അതേസമയം ചിത്രത്തിൽ പോലും ഇല്ലാതെ എളമരം കരീമു. ഹാട്രിക് ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ മത്സരിക്കാനിറങ്ങിയ MK രാഘവന് നാലാം തവണയും മിന്നും വിജയം. 2019 4,93,444 വോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ 5,14,814 വോട്ടുകൾ നേടിയാണ് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടന്റെ വിജയം. ആദ്യ റൗണ്ടിൽ തേരോട്ടം തുടങ്ങിയ രാഘവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,609 ആണെങ്കിൽ ഇത്തവണ 4,813 തപാൽ വോട്ടുകളാണ് രാഘവന് ലഭിച്ചത്. മത്സരത്തിനിറങ്ങിയപ്പോൾ മുതൽ രാഘവൻ വിജയപ്രതീക്ഷയിലായിരുന്നു. കോഴിക്കോട് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. അതിന് ഫലം കണ്ടു എന്ന് തെളിയിക്കുന്നതാണ് UDFന്റെ വമ്പിച്ച വിജയം. ഫലം വന്നതിന് പിന്നാലെ കോഴിക്കോട്ടെ മതേതര മനസ്സുകൾക്ക് രാഘവൻ നന്ദി പറഞ്ഞു. പ്രബുദ്ധരായ മതേതര മനസ്സുകളുടെ വിജയമാണ് കോഴിക്കോട്ട് വിജയം. അതുകൊണ്ട് ഈ വിജയം കോഴിക്കോട്ട് ജനങ്ങൾക്ക് തന്നെ ഞാൻ സമ്മാനിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് മാന്യത പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. രാഘവന് വോട്ടുകൾ കൂടുമ്പോൾ എളമരം കരീം ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ കരീമിനെ മറികടന്ന് MT രമേശ് രണ്ടാം സ്ഥാനത്ത് എത്തിയ സാഹചര്യവും വരെ ഉണ്ടായിരുന്നു. 2019 LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന് ലഭിച്ചത്ര വോട്ട് പോലും ഇത്തവണ എളമരം കരീമിന് നേടാനായില്ല. 3,69,188 വോട്ടുകളാണ് എളമരം കരീമിന് നേടാൻ കഴിഞ്ഞത്. AK ശശീന്ദ്രന്റെ എലത്തൂർ ഉൾപ്പെടെ LDFന്റെ കൈവശമുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളും രാഘവനെ പിന്തുണച്ചതാണ് കരീമിന് വൻ തിരിച്ചടിയായത്. അതേസമയം NDA സ്ഥാനാർത്ഥിയായിരുന്ന പ്രകാശ് ബാബു നേടിയത് 1,61,216 വോട്ടുകളാണെങ്കിൽ MT രമേശിന് ലഭിച്ചത് 1,78,198 വോട്ടുകളാണ്. മോദി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചുള്ള MT രമേശിന്റെ പ്രചരണം ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഇത്തവണ BJPക്ക് ലഭിച്ച അധിക വോട്ടുകൾ. അമൃത ന്യൂസ്, കോഴിക്കോട്.